So hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ് പോകുന്നത് ഫോർ ദ ട്രക്കിംഗ്. സോ ഇതായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്നപ്പോൾ കണ്ട സീൻസ് ഒക്കെ. സോ ഗായ്സ് നമ്മളിപ്പം വണ്ടിയിലിരിക്കുകയാണ്. സോ ഈ വണ്ടിയിൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ കാറിലുള്ള വ്യൂസ് കാണിച്ചു തരാം. സോ ദെൻ we started traveling. സോ ഹേ ഗായ്സ്, നമ്മൾ ഫൈനലി സ്പോട്ടിലെത്തിയൊക്കെയാണ്. സോ ഇവിടെ കാണാൻ പറ്റും അടിപൊളി വ്യൂവും കാണാൻ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. സോ നമുക്കിനി അങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട്. ഫുഡൊക്കെ കഴിക്കണം. സോ ഗൈഡ് ഇപ്പോൾ വന്നിട്ട് ആയിരിക്കും എല്ലാം സെറ്റ് ചെയ്യാം. ഇവിടെ ശിവ അവിടെ നിൽക്കും. നൈസല്ലേ? സോ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നിയബായ് ഉണ്ട്, കാർത്തിക്കുണ്ട്, എല്ലാവരും ഉണ്ട്. സോ ഇന്ന് നമ്മുടെ ഈ സൈഡിൽ കൂടെ നടപ്പുണ്ട്. സോ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. സോ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആസ് യൂഷ്വൽ ബൊഫേ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്ന് ഉണ്ടായിരുന്നത് ആലു പൊറോട്ട, ബ്രെഡ് ജാം, ദെൻ നമ്മുടെ തൈര്, ദെൻ ഒരു അച്ചാർ പോലത്തെ ഒരു കറി. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഫുഡ് വാസ് ലൈക്ക് ഒരു ആവറേജ് ടേസ്റ്റാണ്. ബ്രെഡ് നമുക്ക് ഇപ്പം കഴിക്കുന്ന പോലെ തന്നെ. ബട്ട് ആലു പൊറോട്ട ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ കഴിച്ചില്ല. അതിനേക്കാളും ബെറ്റർ ആയിരുന്നു ഈ പ്രാവശ്യത്തെ. സോ ഗായ്സ്, നമ്മുടെ ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിപൊളി ചിൽ മോഡിലായിട്ടുണ്ടായിരുന്നു. ദെൻ റെയിൻകോട്ടൊക്കെ മേടിച്ച് റെയിൻകോട്ടൊക്കെ ഇട്ടിന് ഒരു അടിപൊളി എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കാൻ പോകുമായിരുന്നു. അതിന് മുന്നേ ഈ സ്ട്രീറ്റിലൊക്കെ നല്ല അടിപൊളി പ്രോഡക്ട്സും കാര്യമൊക്കെ അവൈലബിൾ ആയിരുന്നു. സോ മോസ്റ്റ്ലി ഗേൾസിനുള്ളതാണ്. സോ ഞാനൊന്നും എടുത്തില്ല. ദെൻ അകത്തേക്ക് കയറി അങ്ങ് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി സീനായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. ലൈക്ക് ഒരു നേച്ചറിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ദെൻ ഞാൻ നടന്ന് പോയപ്പോഴത്തേക്കും പതിയെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നടന്ന് പോകുമായിരുന്നു. നടന്ന് ചുറ്റും നോക്കി ക്ഷീണം തന്നെയാണ്. ദെൻ ഫൈനലി നമ്മൾ കുറേയൊക്കെ എത്തി. ഞാനൊരു സ്ട്രിങ്ങൊക്കെ മേടിച്ച് കുടിച്ചു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസിൽ. സോ എന്നാലും ചിൽ മൂഡായിരുന്നു മൊത്തത്തിൽ. ദെൻ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം ഓരോ പോയിൻ്റ് വൈസാണ്. point 1, point 2 അങ്ങനെയായിരുന്നു. സോ ടോട്ടലി എനിക്ക് തോന്നുന്നു ഒരു 3 hours നമുക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സോ മേളിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അടിപൊളി കിടിലം വ്യൂ ഒക്കെയാണ് ഉള്ളത്. ഞങ്ങളെല്ലാം ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ നടന്നു പോകുമ്പോഴത്തേക്കും ഒത്തിരി അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി പേര് തെന്നിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെയും പുറത്തുമുള്ള ആൾക്കാർ. സോ ഞാൻ ഏകദേശം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും പതിയെ കയറി വരികയാണ്. മിസ് ഉൾപ്പെടെ എല്ലാവരും കയറി വരികയാണ്. എല്ലാവരും നല്ല അടിപൊളി മൂഡാണ്. കാര്യം പിക്ചേഴ്സൊക്കെ എടുക്കാനായിരിക്കുമല്ലോ കൂടുതൽ ആഗ്രഹം. സോ ഞാനും എല്ലാവർക്കും ഒരു ഹായൊക്കെ കൊടുത്ത് നിൽക്കുമായിരുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി കുറച്ച് കിലോമീറ്റേഴ്സ് കൊണ്ടുള്ളൂ. എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ മാഗിയും കയ്യിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. 70 rupees-ആയി. ദെൻ പുറത്തിറങ്ങി ആ വ്യൂവും കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അത്രയും അടിപൊളിയായിരുന്നു അതൊക്കെ. ദെൻ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ കുറേ പേര് നടക്കുന്നുണ്ട്. സോ ഫൈനലി ഞങ്ങൾ നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ ടെൻ്റാണ് ഓപ്റ്റ് ചെയ്തത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോ
ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.